എടാ മോനെ, രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി. ഹായ്, നിങ്ങൾക്ക് ഇതേപോലെ ആർമാദിക്കണോ? പ്രൈവറ്റ് പൂളില് അതും കുട്ടികളും ഫാമിലിയൊക്കെ അപ്പം എവിടെ നിന്നല്ലേ വെരി കാഴ്ചരാ. ഹായ്, അപ്പൊ നിസ്വേല് കണ്ടില്ല, നല്ല അടിപൊളി മഴയാണ്, നല്ല പൊളി വൈബാണ്. ഈ വൈബ് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ചെറിയൊരു സ്ഥലത്തേക്ക് പോവാണ്. യൂഷ്വലി നമ്മൾ ഓഫുള്ള ദിവസം മാസത്തിൽ ഒരു തവണ ഒക്കെ ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഹോട്ടലുകളിലോ അല്ലെങ്കിൽ റിസോർട്ടുകളിലോ ഒക്കെ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് നല്ല ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്ന സ്ഥലത്ത് ഫാമിലിക്ക് ചെറിയൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഫ്രീ ഉള്ള സ്ഥലത്ത് എവിടെയെങ്കിലും റൂം എടുത്തിട്ട് നമ്മൾ ചില്ല് ചെയ്യാറുണ്ട്. ഇന്നും അതുപോലുള്ള ഒരു റെസിഡൻസി നമുക്ക് നിസ്വേലിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഈ മഴയത്ത് നമുക്ക് അവിടുത്തെ ഫെസിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ്, എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, പാം റെസിഡൻസ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നിസ്വേലെ തിംസയിലാണ്. നമുക്കറിയാം തിംസയിൽ ഒരു സൂ ഉണ്ട്, മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവും. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കണ്ടില്ല, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, സേഫ്റ്റി ആൻഡ് സെക്യൂർ. എന്റെ പുറകിൽ നിങ്ങൾ ഈ കാണുന്നത് പോലെ 14ഓളം കോട്ടേജസ് ആണ് ഇവിടെ ഉള്ളത്. അത് നല്ല പ്രീമിയം ലക്ഷറി സെറ്റപ്പിൽ നിങ്ങൾക്ക് റൂം കിട്ടും. നമ്മൾ എത്തിയത് ഏകദേശം 3 മണി ടൈമിലാണ്. പക്ഷെ ഇവിടുത്തെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത് 2 PM to 11 AM. അതായത് നോർമലി ഹോട്ടലുകളിൽ ഫോളോ ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ 14 കോട്ടേജസ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ റൂം. അതായത് ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ സെയിം അറേഞ്ച്മെന്റ് ഉള്ള ലക്ഷറി റൂം നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസ്. എന്ന് മാത്രമല്ല, ഈദ് പ്രമാണിച്ച് അവർ ജൂൺ മാസം മുഴുവൻ 20% ഡിസ്കൗണ്ട് കിട്ടുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ റൂം ആയിരുന്നു ചൂസ് ചെയ്തത്. ഇതുപോലെ വളരെ വിശാലമായ നല്ല അടിപൊളി പ്രീമിയം സെറ്റപ്പിലുള്ള റൂംസ്, അതേപോലെ ഫ്രൂട്ട് ബാസ്ക്കറ്റും ഒമാനി ഹൽവയും നമുക്ക് അമ്യൂണിറ്റീസ് ആയിട്ട് റൂമിലുണ്ടായിരുന്നു. മാത്രമല്ല, നമുക്ക് ഇതിന്റെ പുറത്തെ സെറ്റപ്പ് ഒന്ന് നോക്കിയോ. അതാണല്ലേ, ഇപ്പൊ വെയിലൊക്കെ വന്ന് തുടങ്ങി, ഏകദേശം 4 മണി കഴിഞ്ഞു. ഇന്ന് മൂത്താളെ 13ാമത്തെ ബർത്ത്ഡേ കൂടിയാണ്. അതുകൊണ്ട് ചെറിയൊരു കേക്ക് കട്ടിങ് കൂടി നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. അവനാണെങ്കിൽ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ഹണി കേക്ക് തന്നെ വേണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, നമ്മളത് സാധിച്ചു കൊടുത്തു. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മെല്ലെ പൂളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം കുട്ടികൾക്കൊരു എന്റർടൈൻമെന്റ് ആവട്ടെ. നല്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ, അതായത് റൂമിനോട് ചാരിയിട്ട് തന്നെ നല്ല സേഫ്റ്റിയാണ്. അപ്പുറത്തും നിങ്ങൾ ഇതിൽ ആർമാദിച്ചാലും ആരും ഒന്നും കാണാൻ പോകില്ല. ഫാമിലിക്കായിട്ട് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ പൂളിനോട് ചാരിയിട്ട് തന്നെ ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എല്ലാം കൈ കരുതിയിരുന്നു. അപ്പോൾ എവിടെ പോയാലും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ സ്വിമ്മിംഗ് പൂൾ അതേപോലെ ബാർബിക്യൂ എല്ലാം നമ്മൾ മാക്സിമം യൂസ് ചെയ്തു. അങ്ങനെ രാവിലെ 9 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. 2 തരം ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്, ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ ഒമാനി ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റും. നമ്മൾ ഒമാനി ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചൂസ് ചെയ്തത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചൊന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ മെല്ലെ. അപ്പോൾ ഈ ഹോളിഡേക്ക് നിങ്ങൾ നിസ്വ വിസിറ്റ് ചെയ്യാനോ അതുപോലെ അല്ലെങ്കിൽ സലാലെല്ലാം വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അതും ഫാമിലി ആയിട്ടോ അല്ലെങ്കിലോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഇടമാണ്. കുട്ടികൾക്കൊക്കെ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ജൂൺ മാസം മുഴുവൻ 20% ഡിസ്കൗണ്ട് ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് അവൈലബിൾ ആണ്, മറക്കണ്ട. പാംസ് റെസിഡൻസ്, തിംസ, നിസ്വ.